നമ്മുടെ കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇന്ന് പ്രഖ്യാപിക്കും, നാളെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു പോക്ക്. എന്തായാലും ഇപ്പോൾ 3-ാം തീയതിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഒരു അറിവുകൾ വെച്ചിട്ട് ആരൊക്കെയാണ് ഫൈനൽ റൗണ്ടിൽ, ആരൊക്കെയാണ് സാധ്യതയുള്ളത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. മികച്ച നടൻ ആരാണ് അല്ലെങ്കിൽ ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ചർച്ച. അപ്പോൾ അതിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പ്രധാന പേരുകളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈനൽ റൗണ്ടിലെത്തി എന്ന് പറഞ്ഞ വാർത്തകളിലൊക്കെ കേൾക്കുന്നത്, ഒന്ന് മമ്മൂക്കയാണ്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ, നമുക്കറിയാം ബ്രഹ്മയുഗത്തിലെ ഒരു കഥാപാത്രം മമ്മൂക്കയുടെ ലൈഫിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്തിട്ടില്ല. അതുപോലെ എന്താ പറയുക, പൊളിച്ചടക്കിയ ഒരു സിനിമയായിരുന്നു, ക്യാരക്ടറുമായിരുന്നു. പിന്നെ കേൾക്കുന്ന പേര് ലാലേട്ടൻ്റെ പേരാണ്, അത് മലയക്കോട്ട വാലിബൻ. ആ ഒരു സിനിമ എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പേർക്ക് ആ ഒരു സിനിമ ഡൈജസ്റ്റ് ആയി എന്നുള്ളതൊക്കെ വേറൊരു കാര്യം. എന്തായാലും ലാലേട്ടൻ എഫേർട്ട് ആ ഒരു സിനിമയ്ക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും ലാലേട്ടനും ഇപ്പോൾ ആ ഒരു ഫൈനൽ റൗണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ കിഷ്കിന്ധകാണ്ഡം എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ ആസിഫ് അലിയും വിജയരാഘവനും രണ്ടുപേരും ഒരുപോലെ, അച്ഛനും മകനും രണ്ടുപേരും ഒരുപോലെ തകർത്ത് പെർഫോം ചെയ്തതാണ്. അപ്പോൾ വിജയരാഘവൻ കുറച്ച് കാലമായിട്ട് നമുക്കറിയാം ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. അതായത് എന്നും അദ്ദേഹം പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഏകലവ്യൻ പോലത്തെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമുക്കറിയാം രൗദ്രം പോലത്തെ സിനിമകളൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ തകർപ്പൻ പെർഫോമൻസുകൾ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, വേഷപ്പകർച്ച എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം പ്രായമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് തകർത്താടിയിട്ടുള്ള ഒരു നടനാണ്. ഇപ്പോൾ പൂക്കാലം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കിട്ടി. ഇപ്പോൾ കിഷ്കിന്ധകാണ്ഡത്തിൽ ആ ഒരു ക്യാരക്ടറുണ്ട്, അദ്ദേഹം ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അഭിനയിച്ച ആസിഫ് അലി. അപ്പോൾ ആസിഫ് അലിയാണ് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ 3 സിനിമകൾ, ആസിഫിൻ്റെ കിഷ്കിന്ധകാണ്ഡം ആയിക്കോട്ടെ, പിന്നെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ഒരു പടം, പിന്നെ മറ്റൊരു പടം അഡിയോസ് അമിഗോസ് എന്ന് പറയുന്ന ആ ഒരു സിനിമയും, മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളാണ് ചെയ്തത്. നമുക്കറിയാം ഇപ്പോൾ ലെവൽ ക്രോസിൽ വേറൊരു തരത്തിലുള്ള ഒരു ലുക്ക് വൈസൊക്കെ കുറേ മേക്ക് ഓവറൊക്കെ നടത്തിയിട്ടുള്ള കുറച്ചൊരു സൈക്കോ എന്നൊക്കെ തോന്നിക്കുന്ന ഒരു തരത്തിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തത്. വേറെ സ്റ്റൈൽ ഓഫ് പെർഫോമൻസ് ആയിരുന്നു. മറ്റേ സിനിമയിലാണെങ്കിലും ഒരു വേറൊരു എന്താ പറയുക, പറവൂര് ഭാഷയോ അങ്ങനെയൊക്കെ, സുരാജിൻ്റെ കൂടെയുള്ള ഒരു വലിയൊരു റിച്ച് ആയിട്ടുള്ളൊരു വീട്ടിലെ ഒരു കൂൾ ക്യാരക്ടറൊക്കെ ആയിട്ട് കുറച്ചൊരു അദ്ദേഹം അതിന് വേണ്ടി പറഞ്ഞിരുന്നല്ലോ, കുറച്ച് കുടവേറൊക്കെ വരുത്തി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തി. അങ്ങനെ ഒരു 3 തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് ആസിഫിൻ്റെ ഇപ്പം ഈ ആ ഒരു വർഷം. ഇത് എല്ലാം കിഷ്കിന്ധകാണ്ഡം ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു, കമേഴ്ഷ്യലിയും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയായിരുന്നു. മറ്റു 2 സിനിമകൾ തിയേറ്ററിൽ അത്ര സക്സസ്ഫുൾ ആയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കലി കുറച്ച് പേര് കിട്ടിയ സിനിമകളായിരുന്നു. പിന്നെ കേൾക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ടോവിനോൻ്റെയാണ്. അപ്പോൾ ടോവിനോൻ്റെ AR, അജയൻ്റെ 2-ാം മോഷണം, പിന്നെ എനിക്ക് തോന്നുന്നു അന്വേഷിപ്പിന് കണ്ടെത്തും, നടികർ, ഈ 3 സിനിമയാണ് കഴിഞ്ഞ വർഷം റിലീസായിട്ടുള്ളത്. അതിലിപ്പോൾ അവാർഡിന് എനിക്ക് തോന്നുന്നു ARM ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ARM നമുക്കറിയാം, അതിലും ടോവിനോ 3 റോൾസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ പഴയ കാലഘട്ടത്തിലെ ആ ഒരു റോള്, മണി എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ മകൻ്റെ ക്യാരക്ടറും ഒക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് ടോവിനോ ചെയ്തിരിക്കുന്നത്. ടോവിനോ അതിന് വേണ്ടി ഫിസിക്കലി കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം അതിലെ ഫൈറ്റ് സീക്വൻസ് ആയാലൊക്കെ. ആ സിനിമയും ഭയങ്കര ഹിറ്റ് തന്നെയായിരുന്നു, തിയേറ്ററിലും ഹിറ്റായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ അപ്പോൾ ഈ പറയുന്ന ഇതിൽ നടന്മാരില്ല, സീനിയേഴ്സാണോ അതോ ഈ പറയുന്ന പോലെ യുവതാരങ്ങളാണോ, ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആരാവും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കണ്ട സിനിമകളിൽ നിങ്ങളായിരുന്നു ജൂറിയെങ്കിൽ നിങ്ങൾ ആർക്ക് കൊടുക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നായികമാരുടെ കാര്യമാണ്. അതും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന പേരുകളെന്ന് പറയുന്നത് കനി കുസൃതിയും ദിവ്യപ്രഭയാണ്. ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ നമുക്കറിയാം ഓൾറെഡി അത് കുറേ ആ സിനിമയുടെ പേരെന്ന് ഓൾ വി ഇമാജിൻ ലൈറ്റ്സ് അല്ലേ, ആ ഒരു സിനിമയ്ക്ക് 2 പേർക്കും, അത് ദിവ്യപ്രഭയ്ക്ക് വേറെ എന്തൊക്കെയോ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇവർ 2 പേരും നിൽക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ടുപേരുടേതായ രീതിയിൽ പെർഫോം ചെയ്തതാണ് സിനിമയിൽ. പിന്നെ കേൾക്കുന്ന പേര് അനശ്വര രാജൻ്റെയാണ്. അതേപോലെ തന്നെ അനശ്വര രേഖാചിത്രത്തിനാണ് തോന്നുന്നത്. പക്ഷേ രേഖാചിത്രം ഈ 25-ലാണ് റിലീസായിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം സെൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഒന്ന് നോക്കണം. അപ്പോൾ അത് സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആസിഫിന് ആ ഒരു സിനിമയും കൂടിയും ആസിഫിൻ്റെ ഒരു പെർഫോമൻസിൽ പെടും, കഴിഞ്ഞ വർഷത്തെ അവാർഡിൽ പെടും. പിന്നെ കേൾക്കുന്നത് നസ്രിയാണ്, സൂക്ഷ്മദർശിനി. അതിൽ നസ്രിയ കുറച്ച് നന്നായി ചെയ്ത്, അതൊരു വളരെ നല്ലൊരു സിനിമയായിരുന്നു. നസ്രിയയുടെ വേറൊരു തരത്തിൽ കുറച്ചൊരു മെച്ചുവേർഡ് പെർഫോമൻസ് ആയിട്ട് ഒരു കുട്ടിയുടെ അമ്മയായിട്ടും ഈ പറയുന്ന പോലെ ഒരു സീക്രട്ട്, ഒരു എന്താ പറയുക, ഒരു 4 പെൺകുട്ടികൾ സീക്രട്ട് ഏജൻ്റായിട്ടുള്ള, അങ്ങനെ എന്താ പറയുക, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറയാവുന്ന രസകരമായിട്ടുള്ളൊരു സിനിമ കണ്ടവർക്കറിയാം.
അതിൽ നസ്രിയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സ്ട്രോങ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ആർക്കൊക്കെ ലഭിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ സംവിധായകനും അതുപോലെ തന്നെ തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ട് കുറേ പേരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. കുറേ സിനിമകളുണ്ട്. പ്രകാശ് രാജാണ് ഇപ്പോൾ ജൂറി ചെയർമാനായിട്ടുള്ളത്. വേറെ ജിബു ജേക്കബിനെ പോലെയുള്ള സംവിധായകനും ക്യാമറാമാനൊക്കെ ജിബു ജേക്കബിനെ പോലെയുള്ള കുറേ പേരും അതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും അവർ ജൂറി സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇന്നലെ വരെ കിട്ടിയ റിപ്പോർട്ട്. ഇനി എന്തായാലും 3-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവാർഡ് ഇവർക്ക് ആരൊക്കെയാണെന്നുള്ളത് പ്രഖ്യാപിക്കട്ടെ. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താം.